ബൈപ്പൽ സർജറി ബൈജു സാറാണ് ചെയ്തത്. നല്ല രീതിയിൽ ഇതുവരെ പോയി, ഒരു കുഴപ്പവും എനിക്ക് ഇതുവരെ ഇല്ല. 9 മാസമായി. സാറ് നല്ല രീതിയിൽ എനിക്ക് ഒരു കംപ്ലൈൻറ്റോ ഒന്നോ മറ്റുള്ള ഇതൊന്നും, ശരീരം നല്ല സുഖമുണ്ട്, ഹെൽത്തിനും കുഴപ്പമില്ല, നല്ല രീതിയിൽ ഞാൻ പോകുന്നുണ്ട്. സാറത് സത്യം പറഞ്ഞാൽ നല്ല ഒരു ദൈവത്തിന് തുല്യമായിട്ടാണ് അത് കാണേണ്ടത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ 50 സാമാനേ പറഞ്ഞിട്ടുള്ളായിരുന്നു. പക്ഷെ അതിൽ നിന്നും സാർ രക്ഷപ്പെടുത്തി വിട്ട് നല്ല രീതിയിൽ തന്നെ ഞാൻ ഇപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്നു. സാറിന് ഇപ്പോഴും സാറിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ തന്നെ ഞാൻ കഴിഞ്ഞു പോണത്. 9 മാസമായി ഇവിടെ SK ഹോസ്പിറ്റലാണ് ഞാൻ ഇത് സർജറി ചെയ്തത്. ബൈജു സാറാണ് ചെയ്തത്. നല്ല രീതിയിലാണ്, ഒരു കുഴപ്പവും എനിക്കുണ്ടായിട്ടില്ല. അദ്ദേഹത്തിന് ഏകദേശം 8-9 മാസമായെന്ന് തോന്നുന്നു. നമ്മൾ പാങ്ക്രിയാസിൽ ഒരു ട്യൂമർ ഉണ്ടായിട്ട് വളരെ സങ്കീർണമായിട്ടൊരു ഓപ്പറേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. പാങ്ക്രിയാസിൻ്റെ ഒരു റിസെക്ഷൻ ഓപ്പറേഷൻ, അതായത് പാങ്ക്രിയാസിൻ്റെ ഒരു ഭാഗം എടുത്തു മാറ്റാം. അതിൻ്റെ സങ്കീർണത കൊണ്ട് ഈ പാങ്ക്രിയാസിൻ ട്യൂമർ എന്ന് പറഞ്ഞാൽ പൊതുവേ ആൾക്കാരങ്ങനെ ചെയ്യുന്ന, കാരണം അതിനകത്ത് കുറേയധികം സങ്കീർണതകളും ഓപ്പറേഷൻ ശേഷം കുറേ ലീക്കും കാര്യങ്ങളും ഈവൻ മരണസാധ്യത ഉണ്ടായതുകൊണ്ട് അധികം ആൾക്കാർ ചെയ്യുന്നൊരു സർജറിയല്ല. ഓപ്പൺ സർജറി പോലും അങ്ങനെയല്ല ചെയ്യുന്നത്. ഇപ്പോൾ പാങ്ക്രിയാസിൻ്റെ അങ്ങനെ ആ ഏരിയയിലുണ്ടാകുന്ന ഒരു ട്യൂമർ പാങ്ക്രിയാസിൻ്റെ ഒരു ഭാഗം മാത്രം എടുത്തുകൊണ്ട് കാര്യമില്ല, അങ്ങനെ എടുക്കാനും പാടില്ല. അങ്ങനെ ഗൈഡ് ലൈൻസ് ഒന്നുമില്ല. അപ്പോൾ അതിന് നമ്മൾ ചെയ്യുകയെന്ന് പറഞ്ഞാൽ പിത്തസഞ്ചി എടുത്ത് മാറ്റണം, പിത്തക്കുഴലിൻ്റെ ഒരു ഭാഗം എടുത്ത് മാറ്റണം, ആമാശയത്തിൻ്റെ ഒരു ഭാഗം എടുത്ത് മാറ്റണം, ചെറുകുടലിൻ്റെ ആദ്യ ഭാഗവും എടുത്ത് മാറ്റണം, പാങ്ക്രിയാസിൻ്റെ ഒരു ഭാഗം, അതായത് തലഭാഗം എന്ന് പറയും, എടുത്ത് മാറ്റണം. അപ്പോൾ ഇത്ര എടുത്ത് മാറ്റിയതിന് ശേഷം നമ്മൾ ആഹാരം കടന്നു പോകാൻ വേണ്ടി ആമാശയത്തിൻ്റെ ഒരു പകുതി ഭാഗം എടുത്ത് മാറ്റുന്നതുകൊണ്ട് ആഹാരം കടന്നു പോകാൻ വേണ്ടി നമുക്കൊരു കണക്ഷൻ വേണം. ചെറുകുടലിനെ അതുമായിട്ട് ബന്ധിപ്പിക്കുന്നു. അപ്പോൾ അതിനകത്ത് പിത്തരസം ഒഴുകി വരാൻ വേണ്ടിയിട്ട് പിത്തക്കുഴലിനെ ഈ ചെറുകുടലുമായിട്ട് വീണ്ടും ബന്ധിപ്പിക്കുന്നു. പാങ്ക്രിയാസിൻ്റെ എടുത്ത ഭാഗത്തിൻ്റെ ബാക്കിയുള്ള ഭാഗമായിട്ട് ബന്ധിപ്പിക്കാനായിട്ട് പാങ്ക്രിയാറ്റിക് ജിനോസ്റ്റമി എന്ന് പറയും, അതായത് പാങ്ക്രിയാസിനെ ചെറുകുടലുമായിട്ട് ബന്ധിപ്പിക്കുന്നു. അപ്പോൾ ആ പാങ്ക്രിയാസിനെ ചെറുകുടലുമായിട്ട് ബന്ധിപ്പിക്കുന്ന ആ ഒരു പ്രക്രിയയാണ് ഏറ്റവും സങ്കീർണമായിട്ടുള്ള പ്രക്രിയ എന്ന് പറയുന്നത്. അതായത് ഏറ്റവും സൂക്ഷ്മമായിട്ടും അവധാനതയോടുകൂടിയും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ ലീക്ക് ഉണ്ടാവുകയും പാങ്ക്രിയാറ്റിക് ജ്യൂസ് എന്ന് പറയുന്നത്, നമ്മൾ ആഗ്നേയ ഗ്രന്ഥിയിൽ നിന്നുണ്ടാകുന്ന ജ്യൂസ് എന്ന് പറയുന്നത് ദഹന ജ്യൂസാണ്. അതായത് അവിടെ തന്നെ അത് ലീക്ക് ഉണ്ടാവുകയാണെങ്കിൽ അവിടെയുള്ള അവയവങ്ങളെ ദഹിപ്പിക്കും. ഒരുപക്ഷെ അതൊരു രക്തക്കുഴലാണെങ്കിൽ അതേ രക്തക്കുഴലിനെ ദഹിപ്പിച്ചിട്ട് അവിടെ ബ്ലീഡിങ്, രക്തസ്രാവവും, പോസ്റ്റ് ഓപ്പറേറ്റീവ് വളരെ കോംപ്ലിക്കേഷൻസും കാര്യങ്ങളും ഇൻഫെക്ഷനൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു ഓപ്പറേഷനാണ്. അപ്പോൾ അങ്ങനെയുള്ള സംഗതികൾ പൊതുവെ ലാപ്രോസ്കോപ്പി വഴി ചെയ്യാറില്ല. പക്ഷേ ലാപ്രോസ്കോപ്പിയിലെ നമുക്ക് തുന്നലിലുള്ള പ്രത്യേക പ്രാവീണ്യം കൊണ്ടിട്ട് അത് ചെയ്യാവുന്നതാണ്. ഞാൻ ഏകദേശം ഒരു 17 വർഷമായിട്ട് ഈ ഓപ്പറേഷൻ ചെയ്തു വരുന്നുണ്ട്. ഇന്ത്യയിൽ വളരെ ചുരുക്കം സെൻറ്റേഴ്സ് മാത്രമേ ഇത് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ കുറച്ചധികം റോബോട്ടിക് സർജറി പ്രാബല്യത്തിൽ വന്നതോടുകൂടി ചെയ്യാൻ തുടങ്ങി. ലാപ്രോസ്കോപ്പിയാണ് കൂടുതൽ ഡിഫിക്കൽട്ട് റോബോട്ടിനെക്കാട്ടി.